ഇനി നമ്മൾ മറ്റൊരു സന്തോഷകരമായ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഇവിടെയല്ല, സ്വീഡനിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. സ്വീഡനിലെ മധ്യവേനൽ ഒരു സാധാരണപ്പെട്ട ഒരു അവധിക്കാലമല്ല. അത് സന്തോഷത്തിൻ്റെയും ഒരുമയുടെയും ഒക്കെ ഒരു ഉത്സവം കൂടിയാണ്. 6 മാസം തണുപ്പിലും ഇരുട്ടിലും മുങ്ങിക്കിടക്കുന്ന സ്വീഡിഷ് ജനതയുടെ ഏറ്റവും വലിയ വേനൽക്കാല ആഘോഷമാണ് ഈ മിഡ് സമ്മർ എന്ന് പറയുന്നത്. സ്വീഡനിലെ മിഡ് സമ്മർ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സ്വീഡനിലെ ഏറ്റവും പഴക്കമേറിയതും ജനപ്രിയവുമായ ആഘോഷങ്ങളിലൊന്നാണ് മിഡ് സമ്മർ. പാരമ്പര്യവും കാർഷിക പൈതൃകവും ഒന്നിക്കുന്ന ഉത്സവം. വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാണ് മിഡ് സമ്മർ ദിനമായി ആഘോഷിക്കുന്നത്. മിഡ് സമ്മറിന്റെ പ്രതീകാത്മക ചിഹ്നങ്ങളിലൊന്നാണ് മെയ്പോൾ. ഇലകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു തൂൺ. മെയ്പോളിന് ചുറ്റുമുള്ള നൃത്തത്തോടെയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. പരമ്പരാഗത വസ്ത്രം ധരിച്ചവർ വാദ്യോപകരണങ്ങളുടെ താളത്തിൽ നാടോടി പാട്ടുകൾക്കൊപ്പം നൃത്തം വയ്ക്കും. പുഷ്പകിരീടങ്ങൾ ചൂടി മറ്റുള്ളവരും ഈ ആഘോഷത്തിൽ പങ്കുചേരും. I think I usually say dancing around the pole instead of a Christmas tree, and we dance like with a song called The Frogs. So usually foreign people think we're really weird because we're pretty calm people, but that's like the biggest thing I think, that we sing and we celebrate. ആഘോഷത്തിലെ മറ്റൊരു കൗതുക കാഴ്ചയാണ് സ്വീഡിഷ് ഫ്രോഗ് ഡാൻസ്. ഏറ്റവും ജനപ്രിയമായ നൃത്തങ്ങളിലൊന്ന്. പങ്കെടുക്കുന്നവർ ചെറിയ തവളകളുടെ ചലനങ്ങൾ അനുകരിച്ച് ചുവടുവെക്കും. പാട്ടിനും നൃത്തത്തിനും പുറമെ മിഡ് സമ്മർ രുചികരമായ ഭക്ഷണം ആസ്വദിക്കാനുള്ള സമയം കൂടിയാണ്. രാജ്യത്തിന്റെ പാചക പാരമ്പര്യവും വൈവിധ്യമാർന്ന വിഭവങ്ങളും ആഘോഷത്തിലെത്തും. സിൽ എന്നറിയപ്പെടുന്ന അച്ചാറിട്ട മത്തിയാണ് പ്രധാന വിഭവം. വേവിച്ച ഉരുളക്കിഴങ്ങ്, ചെറിയ സോസേജുകൾ, ക്രിസ്പ് ബ്രെഡുകൾ, വിവിധ സാലഡുകൾ എന്നിവ മിഡ് സമ്മർ വിരുന്നിനെ പൂർണ്ണമാക്കുന്നു. സഞ്ചാരികൾക്കും സ്വീഡൻ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് മിഡ് സമ്മർ. വാരാന്ത്യത്തിൽ ഉടനീളം ഈ ആഘോഷം തുടരും. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഈ ആഘോഷത്തിൽ ഒത്തുചേരുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്വീഡിഷ് കുടുംബങ്ങളുടെ പിക്നിക് കാലം കൂടിയാണ് മിഡ് സമ്മർ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.